നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ടാരോയിൽ നിന്ന് നോക്കാം, ഒറാക്കിളിൽ നിന്ന് നോക്കാം കേട്ടോ. അറിയാലോ, രണ്ടെണ്ണം നോക്കുമ്പോൾ ഞാൻ കുറച്ച് സ്പീഡായിട്ട് എടുക്കും. ഓക്കെ ഓക്കെ ടാരോ ആദ്യത്തെ 3-4 ഓക്കെ. ഐ കാൺഡ് എക്സ്പ്രസ് മൈസെൽഫ്. അവരുടെ ഫീലിങ്സ് എങ്ങനെയാണ് തുറന്ന് പറയേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. വിൽ ദിസ് എവർ ചേഞ്ച്? സിറ്റുവേഷൻ മാറി വരുമോ എന്ന് അവർ ചോദിക്കുകയാണ്. ഇറ്റ് ഹേർട്സ് സോ മച്ച്. അവർക്ക് വളരെയധികം വേദന തോന്നുന്നുണ്ട് എന്നും പറയുന്നു. ദ വേ ഐ ഹാവ് ട്രീറ്റഡ് യു വാസ് റോങ്. നിങ്ങളുടെ അടുത്ത് പെരുമാറിയ രീതി തെറ്റാണ് എന്നവർ പറയുന്നു കേട്ടോ. സെക്ഷുവൽ ഡിസയർ ചെയ്യണ്ടല്ലോ. പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ മീ. ആൾക്കാരെ അവരെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ്. വാട്ട് ഡു യു സീ ഇൻ മീ? നിങ്ങൾ അവരെ എന്ത് കണ്ടിട്ടാണ് സ്നേഹിച്ചത് എന്ന് പറയാണ് കേട്ടോ. ടാരോയിലെ 6 ഓഫ് കപ്സ്, ലവേഴ്സ്, കിങ് ഓഫ് സ്വാർഡ്സ്, വീൽ, സ്റ്റാർ, 5 ഓഫ് കപ്സ്, 3 ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്. ഇത് ദ വേ ഹാവ് ട്രീറ്റഡ് യു വാസ് റോങ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു റെപ്യൂട്ടേഷനാണ് ഈ നൈറ്റ് ഓഫ് കപ്സ് കേട്ടോ. നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരെന്തോ പെരുമാറിയിട്ടുണ്ട്. ഒരു വഴക്കായിരിക്കാം, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം കിങ് ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി വെച്ചിട്ട്. അത് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. അവരെ നിങ്ങളുടെ അടുത്ത് മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ഓർമ്മകൾ, അവർ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഓർമ്മകളാണ്. നിങ്ങൾ കുറച്ച് കാലമായിട്ട് പരസ്പരം അറിയാവുന്നവരാണ്. മെമ്മറീസ് ഉണ്ട്, ഹാപ്പി മെമ്മറീസ് ഉണ്ട് നിങ്ങൾക്ക്. ഒരുപാട് സ്നേഹമാണ് നിങ്ങളെ. ഐ ലവ് യു എന്ന് തന്നെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. 5 ഓഫ് കപ്സ് വെച്ച് വല്ലാത്തൊരു മിസ്സിങ് എനർജി ഉണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു സ്റ്റാറാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ ലക്കി ചാമാണ്. നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പലർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്താൻ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നു. സമയം മാറി വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു എന്നും അവർ പറയുന്നുണ്ട്. ഓക്കെ, എന്ത് തന്നെ ആയാലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവരെന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് വല്ലാത്ത മനസ്താപമുണ്ട്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു ഈ സമയം എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ.